CPO വുമൺ CPO പരീക്ഷയുടെ എക്സാം ഷെഡ്യൂൾ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. കാറ്റഗറി നമ്പർ 550/2025 വുമൺ CPO പരീക്ഷയുടെ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 2026 ജൂൺ മാസത്തിനും ഓഗസ്റ്റ് മാസത്തിനും ഇടയ്ക്കാണ്. ജൂണിനും ഓഗസ്റ്റിനും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ മിക്കവാറും ജൂലൈ മാസം പരീക്ഷ നടക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ 563/2025 പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതും 2026 ജൂൺ ഓഗസ്റ്റ് മാസത്തിൽ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫ്രണ്ടില് ഏകദേശം 6 മാസം സമയമുണ്ട് നിങ്ങൾക്ക് ഒരു യൂണിഫോം പോസ്റ്റ് നേടുന്നതിന് വേണ്ടി. 6 മാസം എന്നത് വലിയൊരു കാലയളവാണ്. ആത്മാർത്ഥമായി പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും നിങ്ങൾക്ക് ഈ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാധ്യതയും ഇവിടെ തുറന്നു കിടപ്പുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഫിസിക്കൽ പ്രാക്ടീസും നടത്തിയിരിക്കണം. മനസ്സിലാക്കുക, ജനറൽ കാറ്റഗറിയിൽ CPO പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് 26 വയസ്സ് വരെയുള്ളവരാണ്. എന്നാൽ അവരിൽ പലർക്കും എങ്ങനെ ഈ പരീക്ഷയെ അപ്രോച്ച് ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല. പലരും ഈ വിഷയത്തിൽ പല രീതിയിലുള്ള ആശങ്ക പ്രകടിപ്പിക്കാറുണ്ട്. അതായത് എന്താണ് പഠിക്കേണ്ടത്, സിലബസിലെ എത്രത്തോളം ഭാഗങ്ങളാണ് കവർ ചെയ്യേണ്ടത്, സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഈ വിഷയങ്ങളെല്ലാം എപ്പോഴും നമ്മളെ അടുത്തൊരു ചോദ്യമായി അവർ ഉന്നയിക്കാറുണ്ട്. അവർക്ക് സഹായകമാകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇന്നത്തെ പാർട്ടിൽ CPO വുമൺ CPOയുടെ ഹിസ്റ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗം സ്കൂൾ ടെക്സ്റ്റിൽ നിന്നും ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് പരിചയപ്പെടുത്താം. അതായത് ഇതിൽ ആദ്യം ഹിസ്റ്ററി എന്ന ടോപ്പിക് എടുത്താൽ അത് 5 മാർക്കാണ്. സിലബസ് പ്രകാരം നോക്കൂ, യൂറോപ്യന്മാരുടെ ആഗമനം പഠിക്കണം, യൂറോപ്യന്മാരുടെ സംഭാവന പഠിക്കണം, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് വരെയുള്ള തിരുവിതാംകൂർ രാജവംശത്തിന്റെ ചരിത്രം പഠിക്കണം. ഇതുകൂടാതെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കണം, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കണം, കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകളെ കുറിച്ച് പഠിക്കണം, ഐക്യ കേരള പ്രസ്ഥാനത്തിനെ കുറിച്ച് പഠിക്കണം. ഇത് കൂടാതെ 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം പഠിക്കണം. അതായത് അത് പഠിക്കേണ്ടത് വാസ്കോഡ ഗാമ കേരളത്തിലെത്തിയ 1498 മുതലാണ്. ഇത് 1956 കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നത് വരെയും അതിനുശേഷമുള്ള കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രവും അടക്കമാണ് ഈ ഭാഗം പഠിക്കേണ്ടത്. ഇതില് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് സ്കൂൾ ടെക്സ്റ്റ് ആണ്. സ്കൂൾ ടെക്സ്റ്റിൽ ഈ മേഖലയിൽ നിന്നുള്ള ധാരാളം ചാപ്റ്ററുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പുതിയ സ്കൂൾ ടെക്സ്റ്റ്, അതായത് മാറി വന്ന പുതിയ സ്കൂൾ ടെക്സ്റ്റിൽ ഏതൊക്കെ ചാപ്റ്ററുകളാണ് നിങ്ങൾ പ്രധാനമായും ഈ ഭാഗം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കേണ്ടതെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇതിൽ ആദ്യം നോക്കൂ, 8ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ്, അതില് ചാപ്റ്റർ 1 അധിനിവേശവും ചെറുത്തുനിൽപ്പുകളും, ഇതില് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ 8ാം ക്ലാസ്സിലെ തന്നെ സോഷ്യൽ സ്റ്റഡീസിലെ ചാപ്റ്റർ 8 അത് ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററും നിങ്ങൾ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇത് കൂടാതെ NCERT ടെക്സ്റ്റിൽ, അതായത് +2 ടെക്സ്റ്റിൽ കേരളം ആധുനികതയിലേക്ക് എന്നൊരു ഭാഗമുണ്ട് ഹിസ്റ്ററിയിൽ. ആ ഭാഗം നിങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കിയിരിക്കണം. അത് പൂർണ്ണമായും കാണാതെ പഠിക്കണമെന്ന് പറയില്ല. +2 ടെക്സ്റ്റില് കേരളം ആധുനികതയിലേക്ക് എന്ന ഭാഗം നന്നായി വായിച്ചു മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ +2 ടെക്സ്റ്റില് ആധുനിക പൂർവ്വ കേരളം, സമ്പദ് വ്യവസ്ഥ, സമൂഹം, ഭരണ സംവിധാനം എന്നൊരു ഭാഗമുണ്ട്. ഈ ചാപ്റ്ററിൽ തുടക്കത്തിലുള്ള പഴയ കേരളത്തിലെ ചരിത്രമാണ് പറയുന്നത്. ആ ഭാഗം വേണ്ട, അതിനുശേഷം വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, കേരളീയ സമൂഹം എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത്, അതുപോലെ കേരളത്തിലെ ഭരണ സംവിധാനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊരു ഭാഗം പഠിക്കാനുണ്ട്. ഇത്രയും ഭാഗം കൃത്യമായിട്ട് കവർ ചെയ്താൽ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് തന്നെ ലഭിക്കും. ഓക്കെ, ഇത് കൂടാതെ ഇന്ത്യൻ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ നോക്കൂ, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം, അതുകൂടാതെ ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, ദേശീയ പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, അതുകൂടാതെ ഇന്ത്യയുടെ വിദേശ നയം എന്നീ ഭാഗം സിലബസിൽ കവർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സ്കൂൾ ടെക്സ്റ്റിലെ ചാപ്റ്ററുകളാണ്. ഒന്ന്
7ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് ചാപ്റ്റർ 3 സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന ചാപ്റ്റർ. ഇവിടെ നമ്മൾ പൂർണ്ണമായും പരിശോധിക്കുന്നത് പുതിയ സ്കൂൾ ടെക്സ്റ്റ് ആണ്. ഇത് കൂടാതെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് ചാപ്റ്റർ 2 ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന ചാപ്റ്റർ. ഇത് കൂടാതെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന ചാപ്റ്റർ. ഇത് കൂടാതെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന ചാപ്റ്റർ. ഇനി ഇതേ ഭാഗത്തിന്റെ NCERT പരിശോധിക്കുകയാണെങ്കിൽ +2 ടെക്സ്റ്റിലെ കോളനി ഭരണവും ഗ്രാമപ്രദേശങ്ങളും ഔദ്യോഗിക പുരാരേഖാ ശേഖരങ്ങളുടെ പരിശോധന എന്ന ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചിരിക്കണം. അതുപോലെ +2 ടെക്സ്റ്റിൽ തന്നെ കലാപകാരികളും രാജ്യം 1857 കലാപവും അതിന്റെ ചിത്രീകരണങ്ങളെന്നും പറഞ്ഞിട്ട് വലിയൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയും നമ്മൾ നന്നായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും സിവിൽ നിയമ ലംഘനവും അതിനപ്പുറവും എന്ന +2 ഒരു ചാപ്റ്റർ ഉണ്ട്. അതും നന്നായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി വഹിച്ച പങ്ക് എന്ന 11ാം ക്ലാസ്സിലെ ചാപ്റ്ററും അറിഞ്ഞിരിക്കണം. ഇത് കൂടാതെ തന്നെ ഇന്ത്യൻ ഭരണഘടന പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 8 മാർക്കാണ്. ആ 8 മാർക്കില് പ്രധാനമായിട്ട് ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടന നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശം, അതുപോലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ എടുത്തു പറയുന്നുണ്ട്. 42, 44, 52, 73, 74, 86, 91, പഞ്ചായത്ത് രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവ. ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ സ്കൂൾ ടെക്സ്റ്റില് 5ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, ജനങ്ങൾ ജനങ്ങളാൽ. ചാപ്റ്റർ 6 ആണ് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6. ആ ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചായത്ത് രാജിന്റെ തുടക്കം, അതായത് എന്തൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന കാര്യങ്ങളൊക്കെയാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. ഇത് കൂടാതെ 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 9 ഭരണഘടനയ്ക്ക് ഒരു മുഖവുര എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിൽ എന്തൊക്കെ തരം ഭരണഘടനകളുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എന്തൊക്കെയാണ് പരാമർശിച്ചിരിക്കുന്നത് മുതലായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുകൂടാതെ സ്റ്റാൻഡേർഡ് 7 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലെ ചാപ്റ്റർ 3 ഭരണഘടന വഴിയും വഴികാട്ടിയും എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഈ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഇത് കൂടാതെ 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 അധികാരം ജനങ്ങളിലേക്ക് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. കൂടാതെ 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്നൊരു ചാപ്റ്റർ ഉണ്ട്. കൂടാതെ 8ാം ക്ലാസ്സിൽ തന്നെ ചാപ്റ്റർ 9 ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും എന്നൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റില് ചാപ്റ്റർ 4 ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര വിന്യാസം എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതൊരു വലിയ ചാപ്റ്റർ ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ, അതായത് ഭരണഘടനാ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ ഭാഗത്തിന്റെ NCERT റെഫറൻസിന് വേണ്ടിയിട്ട് +1 ടെക്സ്റ്റിലെ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്ന ചാപ്റ്ററും, അതുപോലെ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്ന +1 ടെക്സ്റ്റിലെ ചാപ്റ്ററും വായിക്കുന്നത് നല്ലതായിരിക്കും. ഇതേ +1 ടെക്സ്റ്റിൽ തന്നെ മറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ട്, അതായത് ഫെഡറലിസം മുതലായ കാര്യങ്ങളെ കുറിച്ചുമൊക്കെ +1 പൊളിറ്റിക്കൽ സയൻസിലെ ടെക്സ്റ്റിൽ പരാമർശിക്കുന്നുണ്ട്. അത് പഠിക്കുന്നതും നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഇവിടെ ഞാൻ കേരള ഹിസ്റ്ററിയിലും അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററിയിലും വരുന്ന SCERT NCERT ചാപ്റ്ററുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട സിലബസിൽ വരുന്ന SCERT NCERT ചാപ്റ്റർ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഓക്കെ അല്ലേ? ഈ ചാപ്റ്ററുകളുടെ വിശദമായ ക്ലാസ്സുകൾ ലക്ഷ്യയുടെ CPO വുമൺ CPO ബാച്ചിൽ ഞങ്ങൾ നൽകുന്നുണ്ട്. ക്ലാസ്സുകളും ഓരോ ഭാഗത്തിന്റെ കൃത്യമായ എക്സ്പ്ലനേഷനും അതിന്റെ വിശദമായ നോട്ടും അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് സീരീസും ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ആപ്പിൽ നൽകിയിരിക്കുന്ന കണ്ടന്റ് കൃത്യമായി നിങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതി പോവുകയാണെങ്കിൽ ഈ വരുന്ന 6 മാസം കഴിഞ്ഞ് നടക്കുന്ന വുമൺ CPO പരീക്ഷയിൽ നിശ്ചയമായും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കും. കാര്യം സ്കൂൾ ടെക്സ്റ്റ് കവർ ചെയ്ത് വരുമ്പോൾ തന്നെ ഒരുവിധമുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു കഴിയും. ഓക്കെ അല്ലേ? അതോടുകൂടി നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് വരും. അതായത് ആദ്യത്തെ ഒരു 2-3 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസിലേക്ക് എത്താൻ സാധിക്കും. ആ കോൺഫിഡൻസ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് നന്നായി നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഒട്ടും വൈകാതെ ഉടൻ തന്നെ ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ വരുന്ന CPO പരീക്ഷ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഉറപ്പായിട്ടും സാധിക്കും. നിങ്ങൾ ഒന്ന് ഉറപ്പിച്ചുകൊള്ളുക, ലക്ഷ്യയുടെ ഭാഗമാകുമ്പോൾ തന്നെ നിങ്ങൾ ശരിയായ ദിശയിലേക്ക് ആയി കഴിഞ്ഞു. CPO പരീക്ഷ എഴുതി നിങ്ങൾക്ക് ജോലി നേടാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പ് പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി വിളിക്കേണ്ട നമ്പറുകൾ ചുവടെ കൊടുക്കുന്നുണ്ട്. ഒട്ടും വൈകാതെ തന്നെ
ഈ നമ്പറിലേക്ക് വിളിക്കുക, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കുക. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അഡ്മിഷൻസ് മാത്രമേ നമ്മൾ നൽകുന്നുള്ളൂ. വേഗം തന്നെ അഡ്മിഷൻ ഉറപ്പിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.